സുഹൃത്തുക്കളെ, മുസ്ലിം വർഗീയതയെക്കുറിച്ച് വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്ന്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെല്ലാം വർഗീയവാദികളാണ്, അവരുടെ മതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറച്ചിലുണ്ട്. മതം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഖുറാനോ ബൈബിളോ ഭഗവത്ഗീതയോ ഒന്നും കാണാതെ പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ മുസ്ലിം സമുദായത്തിനകത്തുള്ള ആളുകൾ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് പറയുന്ന ഒരു ആക്ഷേപത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. വർഗീയവാദികളുണ്ട്. ഏറ്റവും വലിയ വർഗീയവാദി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ദാവൂദാണ്. മുക്കാൽ വൺ ചാനലിനകത്ത് ഇരുന്നിട്ട് വർഗീയത മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് സ്മൃതി പരുത്തിക്കാട് വിട്ടുപോയത്, അഭിലാഷ് മോഹൻ വിട്ടുപോയത്. പ്രമോദ് രാമന് പിന്നെ വേറെ എവിടെയും ഒരു ചാനലിൽ ജോലി കിട്ടാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ് പ്രമോദ് രാമന്. അല്ലെങ്കിൽ പിന്നെ വല്ല ഓൺലൈൻ മീഡിയയിലും പോണ്ടി വരും. സാറ്റലൈറ്റ് ചാനലിലൊന്നും ഇപ്പോൾ പ്രമോദ് രാമനെ എടുക്കൂല. പ്രമോദ് രാമൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ട് ഈ ദാവൂദ് വന്നിട്ട് വൈകുന്നേരം ഇരുന്നിട്ടുള്ള അടുപ്പൂട്ടി ചർച്ചയ്ക്കകത്ത് എന്തൊക്കെ തോന്നിയാസം പറയണത്. അല്ലാതെ കേരളത്തിലെ മുസ്ലിം സമുദായം, കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ മുസ്ലിം സമുദായം മുഴുവൻ മോശക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി CPM-ൻ്റെ നേതാവാണ്, വർഗീയവാദിയാണോ? അദ്ദേഹം ഒക്കെ ഒരു മതരഹിതമായ ജീവിതം ജീവിക്കുന്ന ആളാണെന്ന് പറയാം. എംപിച്ചി ബാബ അങ്ങനെയായിരുന്നു എന്ന് പറയാം, ഒക്കെയാണെന്ന് പറയാം. ഞാനാണെങ്കിൽ ഞാൻ പലപ്പോഴും കാസയ്ക്കെതിരെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. കാസ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ, ക്രിസ്ത്യൻസിൻ്റെ ഒരു സംഘടനയാണ്. അവരുടെ ചില തീവ്ര നിലപാടുകൾക്കെതിരെ ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് പോലും എന്നോട് ശത്രുതയില്ല. സെബാസ്റ്റ്യൻ പുന്നക്കൽ എനിക്കെതിരെ ഒരു 5 മണിക്കൂർ നീണ്ട ഒരു വലിയ ഡിസ്കഷനൊക്കെ നടത്തി. ക്ലബ് ഹൗസിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരേ സമയം നടത്തി എന്നുണ്ടെങ്കിലും അന്ന് എന്നോട് അതിനകത്ത് പോയിട്ട് തലവെക്കരുതെന്ന് എല്ലാവരും പറഞ്ഞതാ. എൻ്റെ സുഹൃത്ത് ഫിറോസ് ഉൾപ്പെടെയുള്ളവർ എന്നോട് പറഞ്ഞു, ആ ചർച്ചയ്ക്കകത്തൊന്നും കയറിയേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ പുള്ളി ഖുറാനും ബൈബിളും ഇതെല്ലാം കാണാപ്പണം പഠിച്ചതാണ്. ഞാനിതൊന്നും വലിയ പഠിച്ചിട്ടില്ല. അത്ര വലിയ വായനാനുഭവം ഉള്ള ആളല്ല. വായന വളരെ കുറവാണ്. പത്രം പോലും മര്യാദയ്ക്ക് വായിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ആ ചർച്ചയൊക്കെ നടത്തിയെങ്കിലും അവർ പോലും എന്നോട് സൗഹാർദ്ദത്തോടുകൂടിയാണ് പെരുമാറുന്നത്. ഇപ്പം മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ളത്. ഓടയിൽ വീണ അന്യസംസ്ഥാന തൊഴിലാളികളെ, അവരെ ജാതി അറിയില്ല, അവരെ മതം അറിയില്ല, അവരുടെ ഊരും പേരും അറിയില്ല, ഒന്നും അറിയില്ല, ഏത് നാട്ടുകാരാണെന്ന് അറിയില്ല. ഓടയിൽ വീണ് അവർ ഒളിച്ചു പോയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി എടുത്തിയാടിയിട്ടാണ് ഈ നൗഷാദ് രക്തസാക്ഷിയായത്. നൗഷാദാണ് ഏറ്റവും വലിയ രക്തസാക്ഷി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നൗഷാദിന് സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതിനെ പുജിച്ചുകൊണ്ടൊരു വർത്തമാനവും പറഞ്ഞത്. അപ്പം വെള്ളാപ്പള്ളി നടേശനാണ് വർഗീയവാദി എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളെയാണ്. അപ്പം നജ്മ ഹെപ്തുള്ള രാജ്യസഭയുടെ ഉപാധ്യക്ഷയായിരുന്നു, BJP-യുടെ നേതാവ്, വർഗീയവാദിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആള്, സഹജീവികളോട് കരുണയുണ്ടായിരുന്ന ആള്, പാമ്പിനെയും ആടിനെയും ചെതലിനെയും ഉറുമ്പിനും ചെതലിനും വരെ മരുന്നടിക്കരുതെന്ന് പറഞ്ഞ ഒരാൾ. ഫാബി ബഷീറിനോട് അദ്ദേഹം പറഞ്ഞതാണ് മരുന്നടിക്കരുത്. മൂർഖൻ പാമ്പിനെ സഖാവ് മൂർഖൻ എന്നാണ് വിളിച്ചത്. മൂർഖൻ പാമ്പിനെ തല്ലിക്കൊല്ലാൻ പോയിട്ടില്ല. ഞാനൊക്കെ ആണെങ്കിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ വിടാറില്ല. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെ അത് വേറൊന്നും കൊണ്ടല്ല, പാമ്പിനോട് വേറെ ശത്രുത ഉണ്ടായിട്ടില്ല. പാമ്പ് വെറുതെ ആരെയും ദ്രോഹിക്കൂല്ല. പക്ഷേ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ വിടാതിരിക്കുന്നതിൻ്റെ കാരണം മധുര പൊളിച്ച് വരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് പാമ്പിനെ. എൻ്റെ ഞാൻ ചുങ്കത്തറ താമസിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് മതിലിനകത്ത് കയറിയ വലിയൊരു സാധനമായിരുന്നു, അതിനെ വരെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഈ ശരിയാക്കുന്നത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നേരെ ഫോറസ്റ്റുകാർ പിടിച്ച് ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഇതൊക്കെ ഷെഡ്യൂൾ ഏതോ വകുപ്പിലാണ്. മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ കേസില്ല, നമുക്ക് ബെയിൽ കിട്ടും. ഇത് ബെയിൽ പോലും കിട്ടാത്ത രീതിയിലുള്ള സാധനങ്ങളാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിനൊക്കെ ഈ സൈസാക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് വല്ല പിള്ളേർ കളിക്കുമ്പോഴോ കുട്ടികൾ അവിടെ കളിക്കാൻ പോകുമ്പോഴോ അറിയാതെ ഇതിനെങ്ങാനും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കടിക്കും, അവർ മരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പം ആരിഫ് ഖാൻ ഗവർണർ വർഗീയവാദിയാണോ? ഷാനവാസ് ഹുസൈൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് വർഗീയവാദിയാണോ? KT ജലീൽ ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്, വർഗീയവാദിയാണോ? അല്ലല്ലോ. KM ഷാജി മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, വർഗീയവാദിയാണോ? കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയാണോ? കുഞ്ഞാലിക്കുട്ടി പോലും വർഗീയവാദി അല്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ. മുഖ്താർ അബ്ബാസ് നഖ്വി BJP-യുടെ നേതാവായിരുന്നു, വർഗീയവാദിയാണോ? AP അബ്ദുള്ള കുട്ടി വർഗീയവാദിയാണോ? അതേപോലെ തന്നെ KNA ഖാദർ വർഗീയവാദിയാണോ? PK ഫിറോസ് വർഗീയവാദിയാണോ? ഷാഫി പറമ്പിൽ വർഗീയവാദിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാം. ആര്യാട മുഹമ്മദ് ഈ കേരളത്തിനകത്ത് ഏറ്റവും വലിയ മതേതരവാദിയായിട്ട് നിന്നിരുന്ന ആളല്ലേ, മരണപ്പെട്ടുപോയി. തലേക്കുന്ന് ബഷീർ മരണപ്പെട്ടുപോയി. അതേപോലെ തന്നെ K മുഹമ്മദ് അലി MLA ആലുവ MLA ആയിരുന്നു, 5 പ്രാവശ്യത്തെ.
അദ്ദേഹത്തിൻ്റെ മരുമകളാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്, വർഗീയവാദിയാണോ? ഓരോരുത്തരെയും എടുത്തു നോക്ക്. ഷാഫി പറമ്പിൽ, അൻവർ, PV അൻവർ വർഗീയവാദിയാണോ? വർഗീയതയെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതെല്ലാവരും യൂസ് ചെയ്യുന്നില്ലേ? CPM യൂസ് ചെയ്യുന്നുണ്ട്, BJP യൂസ് ചെയ്യുന്നുണ്ട്, മുസ്ലിം ലീഗ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വർഗീയതയെ ഒന്ന് തലോടും ചിലപ്പം. പക്ഷേ ഇവർ ബേസിക്കലി ഇവരൊന്നും വ്യക്തിപരമായിട്ട് വർഗീയവാദികളാണെന്ന് പറയാൻ പറ്റുമോ? CH മുഹമ്മദ് കോയ വർഗീയവാദിയായിരുന്നോ? അദ്ദേഹത്തിൻ്റെ മകൻ മുനീർ വർഗീയവാദിയാണോ? ഇത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക. ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ മുസ്ലിം വർഗീയവാദി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവൂദാണെന്ന് ഞാൻ പറയും. ജമാഅത്തെ ഇസ്ലാമിക്കകത്ത് എത്രയോ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്, എന്നെ വിളിക്കുന്നവരുണ്ട്. അവർ മുഴുവൻ വർഗീയവാദികളൊന്നുമല്ല, പിന്നെ അവരുടെ സംഘടനാ സ്ട്രക്ചറിനകത്ത് നിൽക്കുന്നതേ ഉള്ളൂ. SDPക്കകത്ത് വർഗീയതയില്ലാതെ എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരുണ്ട്. ജിപ്പൂസ് എന്നൊക്കെ പറയും ഖത്തറിൽ. ഇവിടെ തന്നെ ഇപ്പം റസാഖ് മഞ്ചേരി, ഇവരൊക്കെ നമ്മളോട് കാണുമ്പോൾ നമ്മളോട് സ്നേഹത്തോടെ നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം. ഞാനിപ്പോഴത്തെ മഞ്ചേരി പോയി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് നാസ് ഖത്താഫി. നാസിൻ്റെ ഉപ്പ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു മുനിസിപ്പാലിറ്റി. അദ്ദേഹം തുറക്കലോട്ടെയൊക്കെ മരിച്ചുപോയി. ഞാൻ അവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന മുൻ MLA ഇസ്വാ കുരുക്കളുടെ മകൻ ഷിദ്ദു കുരുക്കൾ, 22 വർഷം MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷിദ്ദുവിൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ അഹമ്മദ് കുട്ടി കുരുക്കൾ EMSൻ്റെ മന്ത്രിസഭയിൽ 67 മന്ത്രിയായിരുന്ന ആളാണ്. ഷിദ്ദുവിൻ്റെ വാപ്പ മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. ഇവിടെ ഈ ആളുകളെടുത്ത് ഈ വർഗീയത ഇങ്ങനെ പറഞ്ഞ് ഒരു മതത്തെ മുഴുവൻ വർഗീയവാദിയാക്കരുത്. ഇപ്പം കാസയ്ക്കകത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സെബാസ്റ്റ്യൻ പുന്നക്കലിനും അതേപോലെ തന്നെ അതിൻ്റെ നേതാവായിട്ടുള്ള കെവിൻ പീറ്ററിനും ഒക്കെ ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വാശിയുണ്ട്. കെവിൻ പീറ്റർ വ്യക്തിപരമായിട്ട് ഒരുപാട് സഫർ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ കാസ രൂപീകരിക്കുന്നത് കെവിൻ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വയ്യാഴിക ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ വിളിക്കും, രാജൻ ബ്രോ എന്നാ വിളിക്കുക, എന്നെ ബ്രോ എന്നാ വിളിക്കുക. അങ്ങനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്ന ഒരാളാണ്. എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും പറയണമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ എല്ലാ മതത്തിലും വർഗീയവാദികളുണ്ട്. പക്ഷേ ദാവൂദ് പറയുന്ന വർഗീയത എന്ന് പറഞ്ഞാൽ പ്രവീൺ തൊക്കയാടിയെയും പ്രമോദ് മുത്തലിക്കും ഒക്കെ പറയുന്ന മാതിരിയുള്ള വൃത്തികെട്ട വർഗീയതയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനെ ആൾക്കാർ വെള്ളം തൊടാതെ വിഴുങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ കേരളത്തിലെ മുസ്ലിം സമൂഹം മുഴുവൻ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞാലോ, കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറഞ്ഞാലോ, കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്ന ആളാണെന്നേ. മലപ്പുറത്ത് എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബാക്കിയുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർക്കൊക്കെ ഈ വർഗീയതയോട് എതിർപ്പുള്ളവരാണ്. നമ്മളെ സ്നേഹിക്കുന്നവരാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ്. നമുക്കൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും ഈ വർഗീയത ഇങ്ങനെ ചാപ്പ് കുത്തി കൊടുക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ ആളുകളുടെ വർഗീയവാദി എന്ന് വിളിച്ചോ, വർഗീയത ഇല്ലാത്തവൻ ആ മഹത്വപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അയാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. വർഗീയവാദികളെ താരതമ്യേന വർഗീയവാദികൾ കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിനകത്താണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സാക്കിർ നായിക്ക് തൊട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ദാവൂദ് വരെയുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെയുണ്ട്, ആയത്തുള്ള കൊമേനി ആണെങ്കിലും ഒക്കെയുണ്ട്. പക്ഷേ ആ സമൂഹം മുഴുവൻ അങ്ങനെയല്ല. ഇപ്പോൾ UAE ഭരണാധികാരികൾ വർഗീയവാദികളാണോ? അല്ല. സൗദിയിലെ ഭരണാധികാരികൾ വർഗീയവാദികളാണോ? അല്ല. ഖത്തറിൽ പിന്നെയും കുറച്ച് വർഗീയത ഉണ്ട്. ഒമാനിൽ ബഹ്റിനിൽ വർഗീയവാദികളാണോ? അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിവുണ്ട്. തിരിച്ചറിവില്ലാത്ത മനുഷ്യന്മാരിങ്ങനെ ഈ വർഗീയവാദത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണ്. അവരെ തിരുത്തിയെടുക്കുക എന്നുള്ളത് നമുക്ക് എളുപ്പമൊന്നുമല്ല. അവരെ മാനസാന്തരം ഉണ്ടാക്കിയെടുക്കലൊന്നും കഴിയില്ല. കാരണം അവർ ആ വർഗീയവാദം കൊണ്ട് നടന്നോട്ടെ. പക്ഷേ കുറേ വർഗീയവാദികളുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരു മതത്തെ, ഒരു സമുദായത്തെ പരിപൂർണമായും വർഗീയവാദികളായിട്ട് മുദ്ര കുത്തുന്നതിനോടുള്ള വിയോജിപ്പ് ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ഷാജസ്കറിയ പോലും വർഗീയവാദിയല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഷാൻ ചേട്ടനായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഷാൻ ചേട്ടൻ വർഗീയവാദിയല്ല. പക്ഷേ ഷാൻ ചേട്ടനെ വർഗീയവാദിയായിട്ട് മുദ്ര കുത്തുകയാണ്. കാരണം ഇത് എന്നെ വർഗീയവാദിയായിട്ട് മുദ്ര കുത്തുന്നവരില്ലേ, അതേപോലെ തന്നെയാണ് ഇപ്പോൾ രാജൻ ജോസഫ് എന്നുള്ള പേര് നോക്കിയിട്ട് എന്നെ വർഗീയവാദിയായിട്ട് മുദ്ര കുത്തുന്നത് പോലെ തന്നെയാണ് ഈ ബാക്കിയുള്ള ആൾക്കാരെയും മുദ്ര കുത്തുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയൊക്കെയുള്ളൊരു മനുഷ്യൻ പിന്നെ ആരാ ഉള്ളത്? ഞാനും നിങ്ങളൊന്നും ഒന്നുമല്ല. അത്രയും ഹൈലി സ്പിരിച്വലായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെയൊക്കെ വർഗീയവാദി ആയിട്ട് ഈ മുസ്ലിം സമുദായം മുഴുവൻ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അയലോക്കത്ത് ഉണ്ടായിരുന്നത്, ഞാൻ താമസിച്ച സ്ഥലങ്ങളിലെല്ലാം എൻ്റെ അയലോക്കത്ത് ഉണ്ടായിരുന്നത് മുസ്ലിം വീടുകളാണ്.
എനിക്കൊരു വർഗീയതയും ഫീൽ ചെയ്തിട്ടില്ല. വർഗീയവാദികളോട് ഞാൻ പോയി പണി നോക്കുമില്ലേ എന്ന് തന്നെ പറയാറുമുണ്ടായിരുന്നു. വർഗീയവാദികളായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. പക്ഷേ അത് എഴുതിയിട്ട് ഒരു മതം, ആ മതത്തിൽ അവർ വിശ്വസിക്കുന്നു, അത് വിശ്വസിച്ചോട്ടെ. അവനവൻ്റെ ഇഷ്ടമല്ലേ ഓരോ മതത്തിൽ വിശ്വസിക്കണേ. മതം ഇല്ലാത്തവരും ഉണ്ട്. വർഗീയവാദി എന്നുള്ളത് ചാപ്പ കുത്തുന്നത് വർഗീയവാദി അല്ലാത്ത ഒരാളെ വല്ലാതെ നോവിക്കുന്നതാണ്. ഇപ്പം ദാവൂദ് വർഗീയവാദിയാണ്, അതിൽ സംശയമൊന്നുമില്ല. ദാവൂദ് പച്ച വർഗീയതയാണ് വിളിച്ച് പറയാറുള്ളത്. പ്രവീൺ തൊഗാഡിയ വർഗീയവാദിയാണ്, പ്രമോദ് മുത്തലിക്ക് വർഗീയവാദിയാണ്, സാക്ഷി മഹാരാജ് വർഗീയവാദിയാണ്. ഇതൊക്കെ നമുക്ക് സംഭവിക്കാം. അത് എഴുതിയിട്ട് ബാക്കിയുള്ള ഇപ്പോൾ BJP യിലുള്ളവരോ മുസ്ലിം ലീഗിലുള്ളവരോ കോൺഗ്രസ്സിലുള്ളവരോ CPM ലുള്ളവരൊക്കെ വർഗീയവാദികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതം നോക്കിയിട്ട് വർഗീയവാദിയായിട്ട് ചാപ്പ കുത്തുന്നതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്, എതിരഭിപ്രായമുണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടി പോലും വർഗീയവാദിയല്ല. ടി മുഹമ്മദ് ബഷീർ പിന്നെ കുറച്ച് വർഗീയതയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അയാൾ വ്യക്തിപരമായിട്ട് വർഗീയവാദിയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പല ഘട്ടങ്ങളിലും ഇവരുടെ ഒരു പാരൻ്റായിട്ട് നിന്നിട്ടുണ്ട്. ആരുടെ? SDPIയുടെയൊക്കെ. ഈ കൈവെട്ടാനും കാലുവെട്ടാനും ഒക്കെ SDPI പോകാനുള്ള കാരണം പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ഇടപെടലാണ്. അത് എഴുതിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ മുഴുവൻ വർഗീയവാദികളാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അവരുടെ ഐഡിയോളജിക്കകത്ത് അവർ വിശ്വസിക്കുമ്പോൾ ഇവർ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹിച്ച് അങ്ങനെ നീങ്ങുന്നു എന്നുള്ളതാണ്. എന്തിനാ ഇസ്ലാമിക രാജ്യം, എന്തിനാ ക്രിസ്ത്യൻ രാജ്യം, എന്തിനാ ഹിന്ദു രാജ്യം? മനുഷ്യന്മാർ ഒരുമിച്ചിട്ട് ജീവിച്ചാൽ പോലെയെന്നേ. മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സെക്യുലർ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തകർക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ മദ്രസയിൽ പോവാം, സൺഡേ സ്കൂളിൽ പോവാം, ബാലഗോകുലത്തിൽ പോവാം, അമ്പലത്തിൽ പോവാം, പള്ളിയിൽ പോവാം, ചർച്ചിൽ പോവാം, മോസ്കിൽ പോവാം. പള്ളിപ്പെരുന്നാൾ ഒരുമിച്ച് എല്ലാവരും കൂടി ആഘോഷിക്കുന്നു. ക്രിസ്ത്യാനികളുടെ തൃശ്ശൂർ പൂരം എല്ലാവരും കൂടി, എല്ലാ മതക്കാരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നു. നബിദിന നാല് വരുമ്പോൾ നമ്മൾ അവിടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് അവർക്ക് വരുന്ന കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഓണത്തിന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നു. അങ്ങനെയുള്ള നാട്ടിലാണ് ഈ വൃത്തികെട്ട വർഗീയത പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു സമുദായത്തെ ചാപ്പ കുത്തുന്നതിനോടുള്ള വിയോജിപ്പ് മാത്രം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. കാരണം കുറേ ആയി ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. എല്ലാ മതത്തിലും വർഗീയവാദികളുണ്ടെന്നേ. താരതമ്യേന മുസ്ലിം മതത്തിനകത്ത് കുറച്ചുകൂടി കൂടുതലുണ്ട്. അത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ അവരെ മുഴുവൻ വർഗീയവാദികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരിൽ എത്രയോ നന്മയുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് അവരുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ. മലപ്പുറത്ത് ജനിച്ചു വളർന്ന എനിക്ക് പറയാൻ പറ്റുന്ന അത്രയും ആധികാരികമായിട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തുള്ള ആൾക്കാർക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്.